അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ പച്ചക്കറി പയറെല്ലാം ഞാൻ നടുന്ന സമയത്ത് കാണിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നിങ്ങനെ ഇതിൻ്റെ എല്ലാം ഒന്ന് പയറെല്ലാം വിരിഞ്ഞത് ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കുറേ പറിച്ചു കേട്ടോ. ഓണത്തിന് കൃഷിഭവനിൽ ചന്തയിൽ കൊടുക്കാനെല്ലാം കുറേ പറിച്ചു. അപ്പോൾ ആ സമയത്തൊന്നും എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തെല്ലോ പണിയും തിരക്കായിപ്പോയി. വേഗം തിരക്കിൽ പറിക്കലും കൊണ്ടുപോലും വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഞാനൊന്ന് പച്ചക്കറി തോട്ടത്തിൽ വന്നതാണേ. അപ്പോൾ ഞാനൊന്ന് ഇതെല്ലാം ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ പയറാണിത്. പയറ് നല്ലോണം വിരിഞ്ഞിന് കേട്ടോ. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ നാടൻ പയറാണ് ഞാൻ നടുന്നത്. മറ്റേ ഹൈബ്രിഡ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായാൽ പിന്നെ അധികമൊന്നും അതങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇതാകുമ്പോൾ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കണ്ട അതാ വണ്ട് വന്നിട്ട് കണ്ട വണ്ടുണ്ട് ഇതിൻ്റെ മേലെ. വണ്ടിനാ മരുന്നടിച്ചാലല്ലേ വണ്ട് പോവുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ മരുന്നൊന്നും അടിക്കില്ല. ജൈവ കീടനാശിനി അടിക്കും. വേപ്പണ്ണിയും വെളുത്തുള്ളിയെല്ലാം കൂടി അങ്ങനെ കലക്കിയിട്ടെല്ലാം അടിക്കും. അല്ലാണ്ട് മറ്റുള്ള മരുന്നൊന്നും അങ്ങനെ അടിക്കില്ല. നമുക്ക് പയറെല്ലാം ഇലയടക്കം നമ്മൾ കഴിക്കുന്നതല്ലേ, ഒന്നും അങ്ങനെ അടിച്ചു കൊടുക്കില്ല. എൻ്റെ പയറ് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പറിച്ചു. നാടനായാലും കുറച്ച് വൈകുന്നേ ഉള്ളൂ, നല്ലോണം ഉണ്ടാവും. ഇതെൻ്റെ പാവലാണ്. പാവൽ ഞാൻ പറിച്ചൊന്നുമില്ല. ഇത് അത്രയൊരു ഉഷാറ് പോരാ, എന്നാലും നമുക്ക് കറി വെക്കാനെല്ലാം കിട്ടുമായിരിക്കും. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വെണ്ടയെല്ലാം പറിച്ച് കഴിയാനായി കേട്ടോ. അങ്ങ് ആകാശത്തിലെത്തിയ പോലെയായി, അകരത്തിലെത്തി. അപ്പോൾ വെണ്ട കൃഷിയാണിത്. ഏതായാലും നാടൻ പയറിനാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാ വിരിഞ്ഞിട്ടുണ്ടാ, അടിപൊളിയാന്നേ. ഇപ്പോൾ നമ്മൾ വഴുതനയെല്ലാം നല്ലോണം ഒരുപാട് പറിച്ചു. എന്നാലിതാ പക്ഷെ പുഴുവിൻ്റെ ശല്യമുണ്ട് വല്ലാണ്ട്. പുഴു പോണ്ടിക്ക് മരുന്ന് കളിക്കണം. മരുന്ന് കളിക്കാത്തതുകൊണ്ട് പുഴുവിൻ്റെ ശല്യം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പുഴുക്കുത്തുണ്ടെങ്കിൽ പീടികക്കാരൊന്നും എടുക്കില്ല. എൻ്റെ പയറ്, ഇത് വഴുതന പറിക്കാനുണ്ടേ. ഇതുണ്ടോ, ഇങ്ങനെ അടിയിൽ പറിക്കാനുണ്ട്. പക്ഷേ ഇനി പറിച്ചിട്ടില്ല. നാളെ രാവിലെ പറിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ വെണ്ടക്ക മാത്രമേ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം, എൻ്റെ ഇഷ്ടം എൻ്റെ കൃഷിയോടാണ് കേട്ടോ. എനിക്ക് വേണ്ടാത്ത സാധനമായാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കാണണം. എല്ലാ സാധനമൊന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ ഇതാ അതിൻ്റെ നടുക്ക് എനിക്ക് ഈ പൂക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈവൻ അതാ ഇതിൻ്റെ കനം കൊണ്ട് ഞാൻ രംഗുതാണ്ട കനം കൊണ്ട് ഇത് പൊട്ടിപ്പോയി കനം കൊണ്ട് കേട്ടോ. അത് ഒടിഞ്ഞു പോയി അത്രക്കും വണ്ണം. അപ്പോൾ ഓണത്തിന് ഞാൻ കുറച്ച് പൂവ് ഉണ്ടായി, ഞാൻ പറിച്ചിട്ടില്ല. എന്നാ വെച്ചാൽ ഇതെനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അന്ന് പറിച്ചാൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പോൾ ഒരു 10 തൈ വാങ്ങി ഞാൻ നട്ടതാന്നേ. മല്ലിക നല്ല മഞ്ഞ കളറും. ഇതിങ്ങനെ പച്ചക്കറിയിൽ വരുമ്പോൾ ഇതെല്ലാം ഒന്ന് പറിച്ച് ഇങ്ങനെ മണപ്പിക്കും. പറിക്കൂല, അവിടെ പോയിട്ട് ഇങ്ങനെ മണപ്പിച്ച് നോക്കും. അങ്ങനെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ പച്ചക്കറി അങ്ങനെ ഇതെല്ലാം ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ നടുന്ന സമയത്ത് അങ്ങനെ കാണിച്ചതല്ലേ ഉള്ളൂ, പിന്നെ അങ്ങനെ കാണിച്ചിട്ടില്ല. പിന്നെ മുളക് നട്ട സ്ഥലമാണ്. മുളക് തൈയിൽ നമുക്കിക്കെല്ലാം വലിയ നഷ്ടം വന്നു പോയേ. എന്നാ കാരണം വെച്ചാൽ മുളക് ഉണങ്ങിപ്പോവുക. അധികം മുളക് ഉണങ്ങി പോവുക.
അത് നമുക്കിങ്ങനെ കിട്ടിയതാണ്, കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. അതെന്നാണെന്നറിയില്ല, അവരെവിടുന്നോ ഇറക്കിയതല്ലേ. അപ്പോൾ അത് വലിയൊരു നഷ്ടത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് കൂവ കൃഷിയുണ്ട്. ഇത് ചേമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ കൊല്ലമായി ഒരു ചേമ്പ് നമ്മൾ നട്ടിട്ട് നമ്മൾ കഴിക്കാത്തത്. എന്നാ കാരണം വെച്ചാൽ ഈ പന്നി നമുക്ക് തരൂലല്ലോ. അപ്പോൾ ഇക്കൊല്ലം നമ്മൾ ഒരു സൂത്രം എടുത്ത് നമ്മൾ കുറച്ച് കല്ലിറക്കിയിട്ട് ഇതുപോലെ മതിൽ ആക്കി വെച്ച്, അവർക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ മതിലാക്കി വെച്ചിട്ടാണ് ഇത് നട്ടിട്ട് ഇപ്പം ഇങ്ങനെ കാണുന്നത്. ഇത് ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുള്ളത്, കുറച്ച് ദിവസമായി മഴയില്ലാത്തത്. അപ്പം വെള്ളം നനച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഉണങ്ങിപ്പോവില്ലേ. അപ്പോൾ ഇത് നമ്മളെ പീച്ചിങ്ങ തലോരി എന്ന് പറയുന്നത്, ഇതെല്ലാം ഒരുപാട് പറിച്ചു കേട്ടോ. ഇനിയും ഉണ്ട്, ഒരുപാട് പറിക്കാനുണ്ട്, ഒരുപാടുണ്ടായി. അങ്ങോട്ടെല്ലാം ഉള്ളിലെല്ലാം പറിക്കാനുണ്ട് ഒരുപാട്. അപ്പോൾ ഇക്കെല്ലാം പച്ചക്കറി അത്ര മോശമില്ല, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി നടേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ എൻ്റെ വീഡിയോയിൽ പറയലുണ്ട്, എന്നാലും ഒന്നും കൂടി പറയാം ഞാൻ. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി ആയാലും എന്ത് കൃഷിയായാലും പച്ചക്കറി തന്നെ പ്രധാനമായിട്ട്. പച്ചക്കറി നടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അടിവളം കൊടുക്കേണ്ടതാണ് കേട്ടോ. അടിവളത്തിലാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ. അടിവളം ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം അലവളവും വെണ്ണീരും കോഴിവളം ഉണ്ടെങ്കിൽ അതും കുറച്ച് പുണ്ണാക്കും അതിൻ്റെ അപ്പുറം പൊതിർത്തിട്ട് കുഴച്ച് കൂട്ടിയിട്ട് കുഴച്ച് നല്ലോണം മിക്സാക്കിയിട്ട് വേണമെങ്കിൽ ലേശം വെയിലുണ്ടെങ്കിൽ വെയിലത്ത് ഒന്നിട്ട് കുറച്ച് അതിൻ്റെ വെള്ളം അറിയാൽ നമുക്ക് ഈ കുണ്ടെടുത്തിട്ട് നമ്മൾ കുണ്ടിലെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് കുരുവാ നടുന്നുണ്ടെങ്കിൽ ആ കുരു നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല കരുത്തിലിങ്ങ് വരും, പൊടിച്ചിങ്ങ് വരും. അങ്ങനെ കരുത്തിൽ വന്നാൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ രണ്ടാമത് വളമിടാനാവും. അപ്പം അങ്ങനെ പിന്നെ ഉടനെ അത് നല്ല ചൊറുക്കിലിങ്ങ് വരും. അപ്പോൾ രണ്ടില വിരിയുന്ന സമയത്ത് പ്രാണി അരിക്കേണ്ടതും ശ്രദ്ധിക്കണം. പ്രാണി അരിക്കുന്നതിന് ഇപ്പം ജൈവ കീടനാശിനിയും ഉണ്ട്, ഇല്ലേ വളപ്പൊടിയെന്ന് മറ്റേ കീടനാശിനി തന്നെ, വീര്യം കുറഞ്ഞ കീടനാശിനിയെല്ലാം ഉണ്ട്. അത് രണ്ടില വിരിയുന്ന സമയത്ത് നമുക്ക് അടിച്ചു കൊടുക്കാം, അതിനൊന്നും പേടിക്കാനില്ല. പിന്നെ പൂവും കായ് ആകുമ്പോൾ ഒന്നും അങ്ങനെയുള്ളത് അടിച്ചു കൊടുക്കാണ്ട് നിൽക്കണ്ടു. എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കേണ്ട സാധനമായതുകൊണ്ട് ഇതിൻ്റെ ഇലയടക്കം കഴിക്കുന്ന പച്ചക്കറിയാണല്ലോ അധികവും. അപ്പോൾ നമ്മളിത് അടിച്ചു കൊടുത്താൽ ശരിയാവില്ലല്ലോ. അതിന് നമ്മൾ വേപ്പെണ്ണയും വെളുത്തുള്ളിയും സോപ്പും എല്ലാം കൂടി മിക്സാക്കിയിട്ട് അടിച്ചു കൊടുത്താൽ തന്നെ കുറേ പോകുന്നുണ്ട്. പുഴുവിനെല്ലാം ഞാൻ ചിലപ്പോൾ നല്ല വിറക് കത്തിച്ച വെണ്ണീരുണ്ടെങ്കിൽ വഴുതനക്കെല്ലാം ആ വെണ്ണീര് കൊണ്ട് കുടഞ്ഞു കൊടുക്കുക അയ്യ പുഴു വരുമ്പോൾ. അതിലും ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ ആ രണ്ടില വിരിയുന്ന സമയത്ത് നമുക്കത് അടിച്ചു കൊടുക്കുക. എന്നാൽ ആ പ്രാണി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നല്ല ഇതായിട്ട് വളർന്ന് വന്നോളൂ. പിന്നെ അവർക്ക് അങ്ങനത്തെ രോഗമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല, പച്ചക്കറി ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ അടിവളം നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ കുറച്ച് വളയെ കൊടുക്കണ്ടു. രാസവളം ഇടുന്നുണ്ടെങ്കിൽ ഇടുന്നവർക്ക് ഇപ്പോൾ എല്ലാവരും ഒന്നും ഇടാണ്ടൊന്നുമല്ലല്ലോ, ഇടുന്നവരാണെങ്കിൽ ഒരു മണം വായിക്കൽ മാത്രം മറ്റുള്ള വളത്തിൻ്റെ അപ്പുറം. അല്ലെങ്കിൽ പിന്നെ ഇടുന്നില്ലേ ഇടണ്ട, പുണ്ണാക്കും എല്ലുപൊടിയും ഇട്ടാലും മതി, അങ്ങനെയും മതി. നമുക്ക് നല്ല അതിനൊരു രുചി വേറെ തന്നെയാണ്. നമ്മൾ രാസവളം ഉപയോഗിക്കാതെ പച്ചക്കറിക്ക് ഒരു രുചി വേറെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നടുമ്പം ചെയ്ത് കൊടുക്കണം. നടുമ്പം കുണ്ടിൽ തന്നെ ഈ പുണ്ണാക്കാണെങ്കിൽ പുണ്ണാക്ക് ഇതിൻ്റെ അപ്പുറം കലർത്തിയിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് കുരു നട്ട് കൊടുക്കുക. പിന്നെ കൃഷിഭവനെല്ലാം തയ്യും അതെല്ലാം തരുന്നുണ്ടല്ലോ. അപ്പോൾ തയ്യാണെങ്കിൽ നമ്മൾ നടുമ്പോൾ അങ്ങനെ ഇത് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ ഇവരെ തണ്ടിന് അത്രയും ശക്തി ഉണ്ടാവും, അത് ചീഞ്ഞു പോകും. അത് ആലവളം മാത്രം ഇട്ടിട്ട് നട്ടിട്ടാകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച തന്നെ നമ്മൾ പുണ്ണാക്കെല്ലാം ദൂരെ കൂടി ഇടുക. പുണ്ണാക്കും വളവും എല്ലാം കൂട്ടി കലർത്തി മിക്സാക്കി ആക്കി വെച്ചതുണ്ടെങ്കിൽ അത് എന്ത് നടുന്നെങ്കിൽ ദൂരെ കൂടി ഇടണം, അതിൻ്റെ എവിടെയും തട്ടത്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് മറിച്ചാൽ മതി. തയ്യാണെങ്കിൽ കുരുവാണെങ്കിൽ മറ്റേതുപോലെ തന്നെ നടണം, എന്നാലേ നമുക്ക് നല്ല തയ്യായിട്ട് ഇങ്ങ് വരുള്ളൂ. അപ്പോൾ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പച്ചക്കറി നന്നായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ല. ഇത്ര കുറച്ചെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നട്ട് കൊടുത്താലൊന്നും ഇത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് നടേണ്ട രീതി.
അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഇതിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കണം. കൃഷി ചെയ്യാൻ അറിയാത്തവരുണ്ടാവും കുറേ ആൾക്കാർ, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിന് വളം ചെയ്യേണ്ടതാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.